നമസ്കാരം, രംഗുവാണ്. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ദൈവവിശ്വാസിയാണോ എന്നുള്ളത്. ദൈവവിശ്വാസവും വിശ്വാസമില്ലായ്മയും ഇന്നും ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. പകരം ജീവിതത്തിൽ ഒരുപാട് തവണ ദൈവത്തെ കണ്ട പലരും നമുക്ക് ചുറ്റിലുമുണ്ടാകും. അത് വലിയൊരു ഭഗവാന്റെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ കണ്ട ആരാധനാമൂർത്തിയുടെ രൂപത്തിലോ ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. മനുഷ്യൻ തന്നെ ദൈവമായി അവതരിച്ച കഥകൾ പലർക്കും പറയാനുണ്ടാകും. അത്തരം ഒരു കാര്യം ഞാനും പറയാം. സംരംഭം തുടങ്ങിയ ആ പ്രതിസന്ധി നാളുകളിലാണ് ഞാൻ ആദ്യമായി ഒരു സംരംഭകനെ കാണാൻ വേണ്ടി കോഴിക്കോടേക്ക് വണ്ടി കയറുന്നത്. ഒരു പരസ്യം വാങ്ങുക എന്ന് പറയുന്ന ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത്. അദ്ദേഹമാകട്ടെ വലിയൊരു ബ്രാൻഡിന് ഉടമയും. അദ്ദേഹത്തിന് എനിക്കൊരു പരസ്യം ചെയ്യണമെന്നോ എൻ്റെ മാഗസീനിൽ ഒരു പരസ്യം നൽകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ ഗുണങ്ങളൊന്നും കിട്ടില്ല എന്ന് എനിക്കും അദ്ദേഹത്തിനും തിരിച്ചറിവുള്ള കാലം. എന്നിരുന്നാലും എൻ്റെ ശ്രമം എന്നവണ്ണം ഞാൻ അദ്ദേഹത്തെ തേടി കോഴിക്കോടേക്ക് ഒരു യാത്ര പോയി. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചായിരുന്നു? അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ചോദ്യമായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിലും അതുപോലൊരു വലിയ ഹോട്ടലിൽ നിന്ന് കയറി കഴിക്കാനോ അതിനുള്ള ഫണ്ടോ ഒന്നും ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെയുള്ള എല്ലാ ഭക്ഷണങ്ങളും എൻ്റെ മുമ്പിൽ നിരത്തി വെച്ചു. എല്ലാം കഴിക്കാൻ പറഞ്ഞു. 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ ചോറിൻ്റെ കുന്ന്, ചോറിൻ്റെ മല എന്നൊക്കെ പറയുന്നത് പോലെ ഭക്ഷണം അതിവിപുലമായി മുന്നിൽ വന്നു. ഒന്നൊന്നായിട്ട് ഞാൻ രുചിച്ചു നോക്കി. വളരെ സന്തോഷത്തോടെ എല്ലാ ഭക്ഷണവും അത്യാവശ്യം ആക്രാന്തത്തോടെയും ആവേശത്തോടെയും ഞാൻ കഴിച്ചു തീർത്തു. ആ മനസ്സ് നിറഞ്ഞ് ഒരു രൂപ പോലും ചിന്തിക്കാതെ ഒരു ഗുണവുമില്ലാത്തൊരു വ്യക്തിക്ക് മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കാണിക്കാൻ കൊടുത്ത ആ വ്യക്തിയുടെ പേര് സുമേഷ് എന്നായിരുന്നു. ആ ബ്രാൻഡിൻ്റെ പേര് പാരഗൺ എന്നായിരുന്നു. ഒരുപക്ഷെ മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഒരു ബ്രാൻഡായിരിക്കും പാരഗൺ. ഇത്തരത്തിലുള്ള നന്മകളുള്ള മനുഷ്യരല്ലേ യഥാർത്ഥത്തിൽ ദൈവം എന്ന് വിളിക്കേണ്ടത്. ആ ബ്രാൻഡ് വളരുന്നതും ആ ബ്രാൻഡ് വിജയിക്കുന്നതും ഇത്തരം നന്മകളുടെ കൂടെ പിൻബലമുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ എല്ലാം ജീവിതത്തിലുണ്ടാകും ഇത്തരത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ദൈവരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തികൾ. അവരാണ് യഥാർത്ഥത്തിൽ ദൈവം. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് അതുകൊണ്ട് നമുക്ക് നിസ്സംശയം ഉത്തരം പറയാം. ദൈവമുണ്ട്. നമുക്ക് ചുറ്റിലും നമ്മളിൽ ഓരോരുത്തരും ദൈവവും അസുരനുമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും വിജയം. ഓരോ സംരംഭകൻ്റെയും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇത്തരം ദൈവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.